മമ്മൂക്ക ചെയ്തു വെച്ച സിനിമകൾ എല്ലാം കണ്ട് വളർന്നു വന്ന താങ്കള് എങ്ങനെയാണ് മമ്മൂക്ക ഓരോ എൻട്രിക്കും വ്യത്യാസമുണ്ട്, 3-4 ഗെറ്റപ്പിലും മമ്മൂക്ക അവരാണ്, അത് എത്രമാത്രം ചലഞ്ചായിരുന്നു? ചലഞ്ചായിരുന്നു, പടം മൊത്തത്തിൽ എനിക്ക് ചലഞ്ചായിരുന്നു. ഒന്നാമത് എന്റെ ഫസ്റ്റ് പടമാണ്, അതുകൊണ്ടുള്ള ചലഞ്ചായിരുന്നു മൊത്തത്തിൽ എനിക്ക്. ഒന്നാമത് കുറച്ച് സമയം എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, പെട്ടെന്ന് കൈകളിലേക്ക് എത്തുമായിരുന്നു അല്ലേ? എങ്കിലും നന്നായിട്ടുണ്ട് കേട്ടോ, ധൈര്യമായിട്ട് മുന്നോട്ടോ. പുതിയ ആളാണെന്ന് നമുക്ക് ഫീൽ ചെയ്തിട്ടില്ല. അങ്ങനെയൊന്നും മമ്മൂക്കയുടെ ഒരു എക്സ്പ്രഷനിലാണ് കേട്ടോ. അതൊക്കെ ഡയറക്റ്റ് ഇല്ലാത്തതുകൊണ്ടാണ്. നിങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്കില്ല. ഡയറക്റ്റ് പറയുന്ന അപ്പുറത്തേക്ക് മമ്മൂക്ക സ്വയം കുറെ സംഭവങ്ങൾ കൈ നിട്ടിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും ഡയറക്റ്റ് പറഞ്ഞു? ഡയറക്റ്റ് ഇവിടെ ഇല്ലല്ലോ, നിങ്ങളുടെ അടുത്തേക്കുന്നവർക്ക് ചോദിക്കാം. അങ്ങനെ വല്ല ഡയറക്റ്റ് പറഞ്ഞു മമ്മൂക്ക സ്വന്തമായിട്ട് നമുക്ക് നാവ് കൊണ്ടുള്ള കുറെ സംഭവങ്ങളൊക്കെ മമ്മൂക്ക സ്വയം വിട്ടോ അങ്ങനെ എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? അല്ല, അതൊക്കെ മമ്മൂക്കായിട്ടാണ്. അല്ലാതെ അങ്ങനെ ചെയ്യണമെന്ന് ഈ ഒരു എന്താ ചെറിയ നുവാൻസസ് വേണമെന്നോ അല്ലെങ്കിൽ അങ്ങനത്തെ ചെറിയ പരിപാടി വേണമെന്ന് ഡീൻ ഫോഴ്സ് ചെയ്ത് പറഞ്ഞിട്ടൊന്നുമില്ല. അതൊക്കെ അതാ പറഞ്ഞ, അത് ഒരു ക്യാരക്ടർ ആർട്ടിസ്റ്റ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് എനിക്കറിയില്ല അത് എങ്ങനെയാണ് പ്രോസസ് ചെയ്യുന്നത്, എനിക്ക് മനസ്സിലായിട്ടില്ല. അപ്പൊ അത് കണ്ടു നിൽക്കാനേ പറ്റുള്ളൂ, മനസ്സിലാക്കാനോ എനിക്കറിയില്ല എങ്ങനെയാണ് ഒരാൾക്ക് അങ്ങനെ സാധിക്കാന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ലെജൻഡായിട്ട് ഇങ്ങനെ നിൽക്കണമല്ലോ. കുറെ പഠിക്കാൻ പറ്റും. ഹക്കീം, ഇത് 2019 തുടങ്ങിയ ഒരു ജേർണിയാണ്. അയ്യോ, 2019 തുടങ്ങിയ ജേർണിയാണ്. ഇപ്പൊ 2025. അപ്പൊ ഈ ഇത്രയല്ലേ ഇതിന്റെ ഇടയ്ക്ക് കുറെ റിലീസ് ആവാൻ പോകുന്നതിന്റെ ഓരോ ടീസർ വരുമ്പോൾ അല്ലെങ്കിൽ ഒരു പോസ്റ്റർ വരുമ്പോഴും ആളുകൾ എത്രത്തോളം എക്സൈറ്റഡ് ആയിരുന്നു. പക്ഷെ ഇത് റിലീസ് ആവുന്ന സമയത്ത് ആകുമ്പോഴേക്കും ആ ഒരു എക്സൈറ്റ്മെന്റ് ഫീൽ ചെയ്തിരുന്നതാണ്. തീർച്ചയായും ഓഡിയൻസ് പലപ്പോഴും എന്താ ബസൂക്കയാണ് കാരണം ഇത് ഇന്ന് റിലീസ് ആവും നാളെ റിലീസ് ആവും അങ്ങനെ കുറെ ഡിലേ ആയി അങ്ങനെ പോയിരുന്നു. ആ ഒരു എക്സൈറ്റ്മെന്റ് നഷ്ടപ്പെട്ടെന്ന് തോന്നുന്നു ഇതിൽ പോയിട്ട്? ഇല്ലില്ല, ഒരിക്കലും ഇല്ല. കാരണം ഇതിപ്പോ ഞാൻ ഇതിന്റെ അടിയിലുള്ള കമന്റ്സ് ഒക്കെ പ്രൊമോഷൻസ് കുറവാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇത് ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മമ്മൂക്ക പടമാണ്. നമ്മൾ ബാക്കിയുള്ള സിനിമകളെ പോലെ നമുക്ക് എന്താണ് പറയാ, ഈ ഒരു ഓൺലൈൻ ഗിമ്മിക്കുകളോ പരിപാടികളോ ഈ ഒരു പ്രൊമോഷൻ കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ട് മേ ബി ഒരു 5-6-7 വർഷമായിട്ടുണ്ടാവുള്ളൂ മാക്സ്. അതിനു മുന്നേ 2-3 ജനറേഷന്റെ സൂപ്പർ സ്റ്റാർ ആണ് അദ്ദേഹം. അപ്പൊ അദ്ദേഹത്തിന്റെ സിനിമ ഇറങ്ങുന്നതിനുള്ള നമുക്ക് ഈ സോക്കോൾഡ് പടങ്ങളിൽ കാണിക്കേണ്ടി വരുന്ന ഓൺലൈൻ ഗിമ്മിക്കിന്റെ യാതൊരു ആവശ്യമില്ല ഇവിടെ എന്നുള്ളതാണ് വാസ്തവം. രണ്ടാമത്തെ കാര്യം, എല്ലാവരും ആന്റിസിപ്പേറ്റഡ് ആണ്. എന്താണ് ആ പടം നമ്മളിപ്പോ സംസാരിക്കുമ്പോൾ ഞാനത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ള ഇതിലധികം പ്രൊമോഷൻസ് കൊടുത്തിട്ടുള്ള പടത്തെ കുറിച്ചൊന്നും ജനങ്ങൾ എന്നോട് ചോദിച്ചിട്ടില്ല. പക്ഷെ എന്നോട് ചോദിച്ചിട്ടുള്ളത് എന്റെ സുഹൃത്ത് സർക്കിളിൽ നിന്നാണെങ്കിലും ഫാമിലിയിൽ നിന്നാണെങ്കിലും ബസൂക്ക എന്നാണ് റിലീസ്, ബസൂക്ക എന്നാണ്. അവർക്ക് ബസൂക്കയെ കുറിച്ചാണ് അറിയേണ്ടത്. അത് നമ്മൾ പ്രൊമോഷൻ നടത്തിയിട്ടല്ല, പക്ഷെ ആളുകൾ അറിയും മമ്മൂക്ക പടം എന്ന രീതിയിൽ. അതേപോലെ തന്നെ കാരണം സിനിമ ഇറങ്ങി നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു സൈഡിൽ നിന്ന് ഒരു നെഗറ്റീവ് റിവ്യൂസ് ഉണ്ട്. അശ്വിൻ പോക്കിന്റെ റിവ്യൂ ഇന്നലെ ഇറങ്ങിയായിരുന്നു. അപ്പം താങ്കൾക്കെതിരെയും ഇപ്പൊ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ പേഴ്സണൽ റിവെഞ്ച് പോലെ എനിക്ക് തോന്നി. കാരണം കടകര ഇറങ്ങിയ സമയത്ത് താങ്കളെ വിമർശിച്ചുകൊണ്ട് തങ്ങളുടെ പടങ്ങൾ മാത്രം ടാർഗറ്റ് ചെയ്ത് താങ്കളെ വിമർശിച്ചുകൊണ്ടൊരു റിവ്യൂ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എനിക്ക് അങ്ങനെ തോന്നിയോ? ഞാൻ റിവ്യൂ കണ്ടിരുന്നു. പക്ഷെ ഇത് പുള്ളി റിവ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ പുള്ളിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം ഉണ്ട് ഇവിടെ എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാവുന്നത്. അങ്ങനെ ആക്ച്വലി ചെയ്യാം. മാത്രമല്ല പുള്ളി നെഗറ്റീവ് മാത്രമല്ല, പുള്ളി എന്നെ പറ്റി പോസിറ്റീവ് പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ള പടങ്ങളിൽ ഇപ്പൊ പ്രണയവിലാസവും അങ്ങനെയുള്ള പടങ്ങളിലൊക്കെ പുള്ളി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ സത്യം പറഞ്ഞാൽ ഞാനിത് രണ്ടും എടുക്കാറില്ല. കാരണം ഞാനിങ്ങനെ പബ്ലിക്കിന്റെ ഒപ്പീനിയൻ കേട്ട് എന്താ പറയാ പൊങ്ങുകയോ അല്ലെങ്കിൽ അവർ ഡീഗ്രേഡ് ചെയ്തിട്ട് ഞാൻ താഴുകയോ ചെയ്യാൻ നിൽക്കാറില്ല. കാരണം അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്കിവിടെ വരെ യാത്ര ചെയ്ത് എത്താൻ പറ്റില്ലല്ലോ. ആളുകൾ എന്തു പറയും എന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നില്ല. കാരണം ഇപ്പൊ ഒരു റിവ്യൂ കേട്ട് നമ്മള് സിനിമയ്ക്ക് പോകാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പോകാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ, അങ്ങനെയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ മിസ്സാവുകയും ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ആന്റിസിപ്പേഷൻ കൂടുകയും ചെയ്യും. അപ്പോൾ ഒരിക്കലും ഒരു റിവ്യൂ കേൾക്കാതെ നിങ്ങൾ തന്നെ പോയി പടങ്ങൾ കാണുക. നിങ്ങൾ ഈ റിവ്യൂസ് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും ഇത് കേട്ട് പടത്തിന് പോകുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ തിയേറ്റർ എക്സ്പീരിയൻസിനെ അത് വല്ലാതെ ബാധിക്കും. മാത്രമല്ല നെഗറ്റീവ് കേട്ടിട്ടാണ് പോകുന്നുണ്ടെന്നുണ്ടെങ്കിൽ പോകാതിരിക്കുന്നത് എന്നുള്ളൊരു തീരുമാനം ഉണ്ടെങ്കിൽ ഓക്കെ ഈ പടത്തിന് നെഗറ്റീവ് കേട്ടു ഇനി ഞാൻ പോകുന്നില്ല എന്ന് വിചാരിച്ചാൽ ഈ പറയുന്ന പോലെ ഇപ്പൊ ബസൂക്കയാണെന്നുണ്ടെങ്കിൽ അതിന്റെ മമ്മൂക്കയുടെ ഇത്രയധികം നല്ല പെർഫോമൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല എന്നുള്ളതാണ് അതിന്റെ ഒരു കാര്യം എനിക്ക് തോന്നിയിട്ടുള്ളത്. തീർച്ചയായും
See, ഇത് വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇവരുടെയും വയറ്റിപ്പഴപ്പിന്റെ പ്രശ്നമാണ്. ഇവരുടെ നല്ല ചെയ്യുന്ന ആളുകളുടെ ഒക്കെ. അപ്പൊ അതിനൊരു ഫാൻ ബേസ് ഉണ്ട്, അതിന് ഇവിടെ ആൾക്കാരുണ്ട് കാണാൻ. ആക്ച്വലി ഇപ്പോ അങ്ങനെ വന്നിരുന്ന് പറയുമ്പോൾ, അങ്ങനെ ഒന്ന് രണ്ടു മൂന്ന് തക്കടിക്കുമ്പോൾ, അങ്ങനെ ഒരു വേഷം കെട്ടി വന്നിരിക്കുമ്പോഴൊക്കെ അവിടെ ആൾക്കാരുണ്ട്. അത് വേറെ തന്നെ ഒരു എന്റർടൈൻമെന്റ് ഏരിയയായി മാറിയിട്ടുണ്ട് ഇപ്പൊ. അപ്പൊ അതിനും ഇത് സിനിമയെ ബാധിക്കും എന്നുള്ളതിൽ എനിക്ക് യാതൊരു വിശ്വാസമില്ല. തീർച്ചയായിട്ടും സിനിമയെ ബാധിക്കില്ല. കാരണം ആളുകൾ മണ്ടന്മാരല്ലോ. കാരണം ഇത്ര പേര് റിവ്യൂ കണ്ടിട്ടാണ് സിനിമയ്ക്ക് പോവുക. അപ്പൊ ഇപ്പൊ എനിക്ക് എന്തെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഞാൻ പോയി കാണും, എന്നിട്ട് എനിക്കൊരു അഭിപ്രായം ഉണ്ടാകും. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ ഒരു എന്താണ് പറയാ വാല്യൂ എന്ന് പറയും, ഒരു മനുഷ്യന്റെ വാല്യൂ. ഒരാൾ എൻ്റെ അടുത്ത് വന്ന് പുറത്ത് വേറെന്തോ നടക്കുന്നു പറഞ്ഞാൽ ഞാനത് വിശ്വസിച്ച് ഇവിടെ പറയുമല്ലോ. ഞാൻ പോയി നോക്കി എനിക്ക് ധാരണ ഉണ്ടെങ്കിലല്ലേ ഞാനത് ഷെയർ ചെയ്യാവൂ. അപ്പോ തീർച്ചയായിട്ടും പടം കണ്ട് അഭിപ്രായം എടുക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ട ഒരു കാര്യം. അതുപോലെ ഇപ്പൊ മലയാള സിനിമ നടക്കുന്ന ഒരു ആക്ഷൻ പാറ്റേൺസ് ഉണ്ടല്ലോ, ശരിക്കും അത്രയും വയലൻസ് വേണം, അല്ലെ ആ ആക്ഷൻ അത്രയും ഇത് ഇന്റൻസിറ്റി വേണം എന്ന് കരുതുന്നു? ചേട്ടന് ഒരു ആക്ഷൻ ഹീറോ എന്ന ലെവലിൽ ചോദിക്കാം, അത്ര ഇന്റൻസിറ്റി അല്ലെ അത്ര ഒരു പാറ്റേൺ വേണമെന്ന് കരുതുന്നുണ്ടോ? അതിപ്പം ഓരോ ഫിൽം മേക്കേഴ്സിന് അവരുടേതായ ആവിഷ്കാര സ്വാതന്ത്ര്യവും. അപ്പൊ അവർക്ക് താല്പര്യമുള്ള അല്ലെങ്കിൽ അവർ കൺസീവ് ചെയ്ത രീതിയിലായിരിക്കും അവർ ആ സിനിമ എടുക്കുന്നത്. ചില സിനിമ, രണ്ട് ടൈപ്പ് സിനിമകളുണ്ട്. ഒന്ന് പ്രൊഫഷണൽ സിനിമ. അപ്പൊ എൻ്റെ ഐഡിയാസ് എൻ്റെ രീതിയിൽ ഞാൻ സിനിമ എടുത്ത് ജനങ്ങൾക്ക് കൊടുക്കുന്നു. ജനങ്ങൾ സ്വീകരിച്ചാൽ ഭാഗ്യം, സ്വീകരിച്ചില്ലെങ്കിൽ പോയി. അല്ലെങ്കിൽ ഞാൻ എൻ്റെ ഐഡിയാസ് എല്ലാം മാറ്റി വെച്ചിട്ട്, എൻ്റെ കോൺസെപ്റ്റ് എല്ലാം മാറ്റി വെച്ചിട്ട് ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുത്ത് പ്രസന്റ് ചെയ്യുന്നു. ഏറ്റവും സേഫ് അതാണ്, ജനങ്ങൾക്ക് വേണ്ടി ഒരു സിനിമ എടുക്കുന്നതാണ്. പിന്നെ ഈ വയലൻസിന്റെ കാര്യം പറയുന്നത്, നമുക്ക് ഒരു സിനിമ പുറത്തു വന്നു കഴിഞ്ഞാൽ അത് കൺട്രോൾ ചെയ്യാനുള്ള ബോഡീസ് ഉണ്ട്. അതായത് സെൻസർ, അതുപോലെ സെൻസറിന് മുകളിൽ വേറെ ബോഡീസ് ഒക്കെ ഉണ്ട്. അവർക്ക് ഡെഫിനറ്റ്ലി അതിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ ജനങ്ങൾക്കൊരു ചോയ്സ് ഉണ്ട്, ഈ സിനിമ ഞാൻ കാണണോ അല്ലെങ്കിൽ എൻ്റെ കുട്ടികളെ കാണിക്കണോ എന്നുള്ളൊരു ചോയ്സ് ഉണ്ട്. അതും ഓരോ റേറ്റിംഗ് ഉണ്ടല്ലോ. പിന്നെ ഇപ്പോഴത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പലതും കണ്ടിരിക്കുന്ന ഞാൻ വളരെ റഫായിട്ടുള്ള ആക്ഷൻ ആണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. അതായത് ഒരിടി കൊണ്ടിട്ട് ആൾക്കാർ പറന്നുപോയി, വേറെ ജീപ്പ് വീണ്, ജീപ്പ് മറിഞ്ഞ്, അങ്ങനെയൊക്കെയുള്ള കുറെ ഗിമിക്സുകൾ ഇപ്പോൾ വരുന്നുണ്ട്. അതുപോലെ ഒത്തിരി വയർ ടെക്നിക്സ്, വയർ ചാടി പൊങ്ങി, അതായത് നമ്മുടെ എന്താ പറയുന്നത് ഗ്രാവിറ്റേഷൻ പുള്ളിനൊന്നും യാതൊരു വിലയും കൽപ്പിക്കാത്തൊരു തരം. എൻ്റെ സിനിമകൾ കണ്ടറിയാം. ചന്ത കണ്ടൊക്കെ വെച്ച് കഴിഞ്ഞാൽ ഒരിടി കൊണ്ട് അവർ പുറത്ത് അല്ലെങ്കിൽ ഇങ്ങോട്ട് വീഴത്തുള്ളൂ, പറന്നു പോകുന്നൊരു പരിപാടിയില്ല. അപ്പൊ അതെനിക്കൊരു ഇതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ സിനിമാറ്റിക് എക്സ്പീരിയൻസ്, ചില സിനിമകൾക്ക് അത് ആവശ്യമാണ്. ഇപ്പൊ ഏലിയനെ വെച്ചൊരു സിനിമ എടുക്കുകയാണെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ സൂപ്പർ നാച്ചുറൽ പവർ ഒക്കെ ആണെങ്കിൽ ഓക്കെ. എങ്ങനെ? തീർച്ചയായിട്ടും അത് ഞങ്ങൾ തമ്മിലൊരു എത്രയോ വർഷങ്ങൾക്ക് പുതിയ പോകുന്നതിന് തൊട്ടുള്ള ഒരു ബന്ധമാണ്. അന്നാണ് ഞാൻ ആദ്യം മമ്മൂക്കായെ കാണുന്നത്. ആ ഒരു എന്താ പറയുന്ന സംഭവം എപ്പോഴും ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. ഗെയിം കളിച്ചിട്ടുള്ള, അല്ലെങ്കിൽ നമുക്കറിയാലോ, ഇപ്പൊ നമ്മള് ഫോണിൽ പാമ്പും കോണിയൊക്കെ കളിച്ചിട്ടില്ലേ, അല്ലെങ്കിൽ മറ്റേ ആപ്പിൾ തിന്നുന്ന പാമ്പിനെ കളിച്ചിട്ടില്ലേ? ബേസിക് ഗെയിമിന്റെ കൺസെപ്റ്റും അതിന്റെ തുടക്കവും ഇവിടെ നിന്നൊക്കെയാണ്. ഗെയിമിങ് മനസ്സിലാവാതിരിക്കേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ ഗെയിം കളിക്കുന്ന ഒരാളാണ്, എൻ്റെ വീട്ടിൽ PS5 ഉണ്ട്. അപ്പോൾ ഇത് വലിയ എന്താ പറയാ, മനസ്സിലാവില്ലാത്ത തന്നെ വേറൊരു ഏരിയയോ അല്ലെങ്കിൽ മനസ്സിലാവില്ലാത്ത തന്നെ ഒരു പരിപാടിയൊന്നും അല്ല. പിന്നെ തീർച്ചയായിട്ടും ഇപ്പോഴത്തെ കുട്ടികൾക്ക്, ഇപ്പോൾ ഉള്ള കുട്ടികളോട് ഇത് ഗെയിമിംഗ് എന്താണെന്ന് നമ്മൾ പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മളെക്കാൾ കൂടുതൽ ഗെയിം അറിയുന്ന ആൾക്കാരൊക്കെ തന്നെയാണ്. പിന്നെ ഭയങ്കര സിമ്പിൾ ആയിട്ട് തന്നെയാണ് ഇത് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി കൊടുത്തിരിക്കുന്നത്. As always, it's fantastic. It's a dream come true to be back here again. Yeah. I don't know, man. Everybody's asking the same question, but even I wish I knew more about Bilal. But then, let's keep our fingers crossed and see if it does happen for all of us. Thank you. ഗൗതം സാറുമായിട്ട് ആദ്യം തന്നെ സ്ക്രീൻ സ്പേസ് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒത്തിരിയധികം സന്തോഷം. കാരണം നമ്മളെല്ലാവരും ആരാധിക്കുന്ന, സ്പെഷ്യലി ഗേൾസ് കുറച്ച് അധികം ഫാൻസ് ഉണ്ട് സാറിന്. അത്രയും ഒരു റൊമാൻറ്റിക് ഡയറക്ടറാണ് ഗൗതം സാറ്. അപ്പം ഗൗതം സാറിന്റെ കൂടെ സ്ക്രീൻ ഷെയർ ചെയ്യുക, അല്ലെങ്കിൽ സാറിന് ആദ്യമായിട്ട് കാണുന്നതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ എന്താ പറയാ, വളരെ സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു. സാറിന്റെ കൂടെയായിരുന്നു നമ്മുടെ ആ ടീമിന് മോസ്റ്റ് ഓഫ് ദ കോമ്പറ്റീഷൻ സീൻസ് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ബോണ്ടിങ് ഉണ്ടായിരുന്നു സിനിമയിൽ. നമ്മുടെ ആ ഒരു ടീമിനൊരു ബോണ്ട്
ഉണ്ടല്ലോ അത് ത്രൂ ഔട്ട് ദ ഫിലിം ഷൂട്ടിലും സെറ്റ്സിലും എല്ലാം അതുപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഗൗതം സാറിനെ കാണുന്ന സമയത്ത് ആദ്യത്തെ ദിവസമൊക്കെ നമുക്ക് ഭയങ്കര പേടിയായിരുന്നു, 3 പേർക്കും, സിദ്ധുവേട്ടനായാലും ഡിബി ചേട്ടനായാലും എനിക്കായാലും. പക്ഷെ സാർ അത് ഭയങ്കര ഈസിലി ഹാൻഡിൽ ചെയ്ത്, അത് സാറിന് അറിയാം കാരണം എത്രത്തോളം പേടി വരും നമ്മുടെ പോലത്തെ ആൾക്കാർ വരുന്ന സമയത്ത് എന്നുള്ള രീതിയിൽ. പക്ഷെ അത് വളരെ ഈസി ആയിട്ട് ഹാൻഡിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഫീലിംഗ് വെരി ലക്കി ടു ബി പാർട്ട് ഓഫ് ദിസ് മൂവി. ഐശ്വര്യ എങ്ങനെയുണ്ടായിരുന്നു? ഇന്നലെ സിനിമ നല്ല റെസ്പോൺസുകൾ വന്നുകൊണ്ടിരിക്കുകയാണ്. എങ്ങനെയുണ്ടാവും? മറ്റുള്ള റിയാക്ഷൻസ് ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു? I'm feeling very, very happy, extremely grateful. എല്ലാവർക്കും പടം ഇഷ്ടമായി എന്ന് കേട്ടു. ആൻഡ് റിവ്യൂസ് ഒക്കെ എല്ലാം പോസിറ്റീവ് ആണ്, എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ആൻഡ് വളരെ സന്തോഷം, എക്സ്ട്രീംലി ഗ്രേറ്റ്ഫുൾ ആൻഡ് എക്സ്ട്രീംലി ഹാപ്പി. എങ്ങനെയാണ് ആ ഒരു സീനിലേക്ക് ഈ മമ്മൂക്കയുടെ കൂടെ, ഷൈൻ ടോജൊക്കെ ഇപ്പൊ മമ്മൂക്കയുടെ കൂടെ എല്ലാ സിനിമ, മമ്മൂക്ക അഭിനയിച്ചു വെച്ച എല്ലാ സിനിമയിലും മമ്മൂക്ക കൂടെ കൊണ്ടു കിടക്കുകയാണ്. ആ സിനിമയിലേക്ക് എന്നെ മമ്മൂക്കയുടെ കൂടെ തന്നെ എത്താൻ പറ്റി, മമ്മൂക്കയുടെ കൂടെ ഷെയർ ചെയ്യാൻ പറ്റിയ സ്ക്രീൻ വലിയൊരു എക്സ്പീരിയൻസ് അല്ലായിരുന്നു? അത് എങ്ങനെ ഉണ്ടായിരുന്നു പറയൂ. അടിപൊളിയായിരുന്നു. മമ്മൂക്കയുടെ ആദ്യമായിട്ടാണ് അഭിനയിക്കുന്നത്. മമ്മൂക്ക ഫാൻ ബോയ് ആയിരുന്നില്ല പണ്ട്, പക്ഷെ ഇപ്പൊ ആയിക്കൊണ്ടിരിക്കുന്നു, ശ്രമിക്കുന്നു. അതിന് അങ്ങനത്തെ പരിപാടികളൊക്കെ ഉള്ളു. ഷൈൻ്റെ കസിൻ, ഷൈൻ്റെ അനിയൻ തന്നെയാ, സ്വന്തം അനുജനാട്ടോ. അതാണ് പല ആൾക്ക് ഷൈൻ്റെ സ്വന്തം അനുജനാണ്. ഉണ്ടാവും, വേറെ സംഘങ്ങളുണ്ട്. അല്ല, ഈ സബ്ജക്ട് കേട്ട് കഴിഞ്ഞപ്പോഴേ എങ്ങനെയാണ് ചേട്ടനെ അഭിനയിക്കുന്ന സിനിമ ആരാണ് വിളിക്കുന്നത്? ആദ്യമായിട്ട് ഞാനും ചേട്ടനും ആദ്യമായിട്ട് സ്ക്രീനിൽ ഒരുമിച്ച് വരുന്ന പടമാണത്. ഇതിനു മുമ്പ് ഞങ്ങൾ ക്രിസ്റ്റഫറിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിലും ഒരുമിച്ച് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ആദ്യമായിട്ട് ഒരുമിച്ച് വരുന്ന പടമാണ് അത്. ഭയങ്കര ഒരു വീട്ടിൽ ഒരുമിച്ച് കാണാറുണ്ട്, വീട്ടിലിടയ്ക്ക് കാണാറുണ്ട്, പുറത്താണ് കൂടുതൽ ഒരുമിച്ച് കാണാറ്. ആരാണ് ആദ്യം വിളിക്കുന്നത് ഈ സിനിമയിലേക്ക് സബ്ജക്ട് പറഞ്ഞത്? ആഷിക്ക് പറഞ്ഞിട്ട്, ആഷിക്കും ഇരുന്ന് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ടീന തന്നെയാണ് വിളിക്കുന്നത്. അങ്ങനെ പോയി അഭിനയിച്ചു. ആദ്യ ദിവസം വിളിച്ചു, പിന്നെ 2 ദിവസം വിളിച്ചു, 3 ദിവസം, 4 ദിവസം, 5 ദിവസം. ആദ്യ ഒരു ദിവസം പറഞ്ഞാണ്, പിന്നെ തുടർന്ന് അല്ലെ? അല്ല, നല്ലൊരു എക്സ്പീരിയൻസ്. നന്നായിട്ട് ചെയ്യുകയും ചെയ്തതാണ് നമ്മള്. ജോക്കുട്ടനെ എനിക്കൊക്കെ പേഴ്സണൽ അറിയാവുന്ന, ജോക്കുട്ടൻ വേറെ സിനിമയിലും അഭിനയിച്ചു. ആദ്യമായിട്ട് അങ്ങനെ പറയുന്നത് 5-6 കൊല്ലം കഴിഞ്ഞു. അതെ, വേറെ സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഇത് മമ്മൂക്കാടൊപ്പം അഭിനയിക്കുമ്പോഴുള്ള അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. മമ്മൂക്കാടൊപ്പം സ്ക്രീൻ ചെയ്യുമ്പോൾ അവിടെ ഡയലോഗ് വരുന്നുണ്ട്, മമ്മൂക്കാടൊപ്പം നിൽക്കണം. അതിന് നിങ്ങൾ ടെൻഷൻ എന്നാണോ പറയാ? പിന്നെ എന്താ പറയണ്ട പറയൂ. എനിക്കറിയില്ല എന്താ പറയണ്ടില്ല. ജോക്കുട്ടൻ എന്താണ് അനുഭവിച്ചത്? എനിക്ക് അനുഭവിച്ച എന്താന്ന് പറയാൻ പറ്റുന്നില്ലല്ലോ. ഇപ്പോഴാണ് ഷൈൻ ടോജ് ആക്കിയത്. ഞാനൊരു എക്സ്ക്യൂസ് പറയാണ്. കാരണം എനിക്ക് ഗെയിം നല്ല അഡിക്റ്റ് ഒന്നും അല്ല, നല്ല ഇടയ്ക്ക് കുറച്ച് ഗെയിമൊക്കെ ഈ സിനിമ കണ്ടപ്പോൾ അഡിക്റ്റ് ആയോ? ഇല്ലില്ല, എനിക്ക് ഗെയിം കളിക്കാൻ നല്ല ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ അങ്ങനെ ഒരു റോള് കിട്ടിയപ്പോൾ നല്ല രസമായിരുന്നു ചെയ്യാൻ. ജോയ്സ്റ്റിക്കിലെല്ലാം അത്യാവശ്യം ചെയ്യാനൊക്കെ ഉണ്ടല്ലോ, ഞാനിങ്ങനെ ഓരോ പ്രവർത്തിക്കൊണ്ടൊക്കെ ഇരുന്നത് നല്ല രസമായിട്ട് സ്ക്രീനിൽ കാണാനുണ്ട്. അതിൻ്റെ സന്തോഷമുണ്ട്. കണ്ടു കഴിഞ്ഞപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ സമയത്ത് പേരൻസ് ഒക്കെ എപ്പോഴും ഉണ്ടായിരുന്നു. സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ എന്താണ് പറഞ്ഞത്? സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ അച്ഛനും അമ്മയൊക്കെ നന്നായിട്ടുണ്ട് പറഞ്ഞു, എല്ലാവരും നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞു. ഇത്തിരി എള്ളിച്ച കൂടി മമ്മൂട്ടി മാമയുടെ കൂടെ ഒരു നല്ലൊരു റോള് ചെയ്യാൻ പറ്റി. അപ്പോൾ എല്ലാവരും കണ്ടവരൊക്കെ നന്നായിട്ടുണ്ടെന്ന് പറഞ്ഞു. ഇനിയും കുറേ ആൾക്കാർ കാണാനുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും വലിയൊരു സിനിമയിൽ ഇവരുടെയൊക്കെ ഒപ്പം അഭിനയിക്കാൻ പറ്റിയതിൽ നല്ല സന്തോഷമുണ്ട്. ലൊക്കേഷൻ പോയപ്പോൾ മമ്മൂക്ക എന്താണ് പറഞ്ഞത്? ലൊക്കേഷനിലൊക്കെ ഓർമ്മ വന്നിട്ട് ലൊക്കേഷനിൽ അങ്ങനെ അത്ര സംസാരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല, 1-2 സീനല്ലേ ഉള്ളൂ. എന്നാലും എങ്ങനെ ഹോയു എന്നൊക്കെ ചോദിച്ചു, എങ്ങനെ സുഖമല്ലേ, എന്തൊക്കെയുണ്ട് വിശേഷം എന്നൊക്കെ ചോദിച്ചു. അതന്നെ സന്തോഷം. പിന്നെ ഇത്രയും വലിയൊരാളുടെ കൂടെ അത്യാവശ്യം കുറച്ച് ഇമ്പോർട്ടൻസ് ഉള്ള റോള് ചെയ്യാൻ പറ്റിയല്ലോ, അത് സംസാരിക്കണേക്കാളും ഫോട്ടോ എടുക്കണേക്കാളൊക്കെ വലിയൊരു സന്തോഷം. അപ്പോൾ നമ്മുടെ ഷൈൻ ചേട്ടൻ്റെ സിനിമകളിലെ ഒരു പാറ്റേൺ നോക്കി അറിയാം. പുള്ളിക്കാരൻ ചെയ്തു വെക്കുന്ന ഒരു പ്രത്യേക ഒരു സ്വാഗ് ഉണ്ട്, അല്ലെങ്കിൽ പുള്ളിക്കാരൻ ചുറ്റും ആക്ഷൻ്റെ രീതികളൊക്കെ ഉണ്ടാവും. എപ്പോഴെങ്കിലും അതിലെന്തെങ്കിലും ഇൻസ്പയർ ചെയ്യണം, അല്ല അതൊന്ന് ഫോളോ ചെയ്യണം എന്ന് തോന്നിയിട്ടുണ്ടോ? ചെറുപ്പം മുതലേ തോന്നിയിട്ടുണ്ട്. ചെറുപ്പത്തിലുള്ള ചേട്ടൻ കണ്ടിട്ടുണ്ടോ? ഇല്ലല്ലോ. ഇപ്പോഴുള്ള ചേട്ടനല്ലേ കണ്ടിട്ടുള്ളൂ. ചെറുപ്പത്തിലെ ചേട്ടൻ എങ്ങനെയാണ്? അത് അറിയില്ലല്ലോ, നിങ്ങൾക്ക് അറിയില്ലല്ലോ, പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അല്ല, ഇപ്പൊ ചെയ്യണമെന്നൊന്നുമില്ല, ഇപ്പൊ ഏതെങ്കിലും ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇപ്പൊ അതെന്നെ പറഞ്ഞു, ചെറുപ്പത്തിലുള്ള ചേട്ടനെ കണ്ടിട്ടുണ്ടോ? ഇപ്പോഴുള്ള ചേട്ടൻ അത് ഞാൻ ചെറുപ്പം മുതലുള്ള കഥ പറയണ്ടേ? 10-35 കൊല്ലത്തെ കഥയിട്ടുള്ളൂ.
നിഷാദ് ചെയ്തു വെച്ചതാണല്ലോ നമുക്ക്. നിഷാദ് ഇപ്പൊ ഇല്ല, നമ്മൾ യാത്ര പറഞ്ഞ് പോയിരുന്നു. നിഷാദിന്റെ ഒരു ഓർമ്മകളാണല്ലോ ഈ സിനിമ. നമുക്ക് എഴുതി കാണിക്കുമ്പോൾ തുടക്കത്തിൽ എഴുതി കാണിക്കുകയാണ്. നിഷാദ് നമ്മുടെ ഓർമ്മയിലേക്ക് വരാണ്. നിഷാദിന് ശേഷം താങ്കൾക്കൊരു വേദന ഉണ്ടാവുമല്ലോ നിഷാദ് തുടങ്ങി വെച്ചതിലേക്ക് പോകുമ്പോൾ. അതെങ്ങനെയാണ് താങ്കൾ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിഞ്ഞത്? ഓൾറെഡി ഇപ്പോൾ നിഷാദ് ചെയ്തിട്ട് ഒരു ഐഡിയ വെച്ചിട്ടായിരിക്കില്ല ഓൾറെഡി ഫൈനലായിട്ട് ചെയ്യണം എന്ന്. അപ്പോൾ അത് ലാസ്റ്റ് കുറേ പ്ലാൻസ് ഉണ്ടായിരുന്നു നിഷാദിന്, ഇങ്ങനെ ചെയ്യണം. പക്ഷെ അതൊന്നും ചെയ്യാൻ പറ്റിയില്ല. പിന്നെ ഇപ്പോൾ ഞാൻ ചെയ്യുമ്പോൾ പിന്നെ എൻ്റെ ഐഡിയ വെച്ചിട്ടാണ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം അങ്ങനെ ചിലത് നിഷാദ് വെച്ച പോർഷൻസ് ഒക്കെ നല്ലതാകുമ്പോൾ അതന്നെ വെച്ചിട്ടുണ്ട്. അങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഫൈനലി ഫിലിം എന്തായാലും ഒരു ടീം വർക്കാണല്ലോ. അപ്പോൾ എല്ലാവരുടെയും ഇൻപുട്സും എല്ലാം ഉണ്ടാവും. അത് ചെയ്ത് വന്നപ്പോൾ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തു എന്ന് വിചാരിക്കുന്നു. ഒരെണ്ണോടെ അതായത് ഇപ്പം ഒരു കുറച്ചും മുമ്പേ പറയുന്നുണ്ടല്ലോ ആവിഷ്കാര സ്വാതന്ത്ര്യം എന്നുള്ള സാധനം. അപ്പം ഒരു കലാകാരനെ സംബന്ധിച്ച് വളരെയധികം പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ആവിഷ്കാര സ്വാതന്ത്ര്യം. അപ്പം ചില കാര്യങ്ങളിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ഇന്ന പോലെ ഓഡിയൻസിലേക്ക് എത്തണം. സിനിമ എന്നൊരു കലാരൂപം അതാണല്ലോ. ഇപ്പം ചിലപ്പോൾ നമ്മുടെ പ്രതിഷേധങ്ങളായിരിക്കാം, നമ്മുടെ അഭിപ്രായങ്ങളായിരിക്കാം, നമുക്ക് സമൂഹത്തിൽ എത്തിക്കേണ്ട പല കാര്യങ്ങളും നമ്മൾ സിനിമയിലൂടെ എത്തിക്കും. പക്ഷേ അതിലും കത്രിയ വീഴുമ്പോൾ അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ പറയരുത്, ഒരു അധികാരത്തിന്റെ പുറമെ ഇന്ന കാര്യം ആരും അറിയണ്ട എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അത് ശരിയായ നടപടിയാണെന്ന് വിശ്വസിക്കുന്നത് ഒരു സിനിമ? തീർച്ചയായിട്ടും അല്ല. എല്ലാവർക്കും ഇപ്പോൾ എപ്പോഴും ഒരു എന്താ പറയുക, ഏത് വലിയ തിരുത്തലുകൾ ഉണ്ടാവുമ്പോഴും ഇപ്പോൾ രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും വലിയ എംപയറുകൾ പൊളിഞ്ഞു വീഴുന്നതിനും പ്രധാന കാരണം അവിടെ ഉണ്ടായിട്ടുള്ള നാടകങ്ങളും എന്താണ് പറയുക, അല്ലെങ്കിൽ സംഗീതങ്ങളൊക്കെ തന്നെയാണ്, ഇപ്പോൾ സിനിമയും. അപ്പോൾ തീർച്ചയായിട്ടും അത് രാജാവ് നഗ്നനാണെങ്കിൽ നഗ്നനാണെന്ന് തന്നെ വിളിച്ചു പറയാനുള്ള ചങ്കൂറ്റം ഇവിടെയുള്ള കലാകാരന്മാർക്ക് വേണം. ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഇപ്പോൾ റീസെന്റ് ഇറങ്ങിയ സിനിമകളൊക്കെ നമുക്കറിയാലോ. അല്ല, അതില് കാര്യമില്ല. പറഞ്ഞു കത്രിയ വീഴുമ്പോൾ അത് ആരാണ് ഇവിടെ തെറ്റുകാരെന്ന് അവർ തന്നെ വിളിച്ചു പറയും പോലെയാണ് എനിക്ക് തോന്നുന്നത്. എനിക്കതേ ഫീൽ ചെയ്യുന്നു.